The artist's job is not to succumb to despair, but to find an antidote for the emptiness of existence. ഒരു രാത്രി നിങ്ങൾ കൊൽക്കത്തയിലെ ഒരു വിൻറ്റേജ് ബാറിലോ അല്ലെങ്കിൽ ഒരു കഫേയിലോ ഇരിക്കുന്നു. പെട്ടെന്ന് ടാഗോറോ വൈക്കം മുഹമ്മദ് ബഷീറോ ഒരു കാപ്പി കുടിക്കാനോ ചിയേഴ്സ് പറയാനോ കയറി വരുന്നു. ടോട്ടൽ സർറിയൽ ഫീൽ. ഇന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ് മിഡ്നൈറ്റ് ഇൻ പാരീസ്. ഒരിക്കൽ ഒരു ഹോളിവുഡ് സ്ക്രീൻ റൈറ്റർ അയാളുടെ ഫിയാൻസിയുടെ കൂടെ പാരീസിൽ വെക്കേഷൻ ആഘോഷിക്കാൻ എത്തി. എന്നാൽ പുള്ളിക്കാരുടെ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡുമായി കണക്ട് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഗിൽ പെൻഡർ എന്നാണ് ഞാൻ ഈ പറഞ്ഞ ഹോളിവുഡ് സ്ക്രീൻ റൈറ്ററുടെ പേര്. ഒരു മിഡ് നൈറ്റിൽ പാരീസ് സ്ട്രീറ്റുകളിലൂടെ നടക്കുന്ന സമയത്ത് ഒരു വിൻറ്റേജ് കാർ വരുന്നതും അവിടെ നിന്ന് 1920 ഗിൽ ട്രാൻസ്പോർട്ട് ആകുന്നതുമാണ് ഈ സിനിമയുടെ ലൈനായി പറയാൻ കഴിയുന്നത്. 1920 ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കാലത്തും ഗിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഈ എറയായിരുന്നു. അവിടെ അയാൾ കണ്ടുമുട്ടുന്നതാകട്ടെ ലെജൻഡറി ഐക്കൺസിനെ. പാബ്ലോ പിക്കാസോ, സാൽവദോർ ദാലി, ഹെമ്മിംഗ്വേ, എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് തുടങ്ങിയവർ. വുഡി അലൻ സിനിമകളുടെ ഇൻറ്റിമേറ്റ് ആയ ലിറ്റററി എലമെന്റ്സ് ഉള്ള റിഫ്ലക്റ്റീവായ നറേറ്റീവ് ഈ സിനിമയിലും കാണാം. ഞാൻ പേഴ്സണലി ഡയലോഗ് ഡ്രിവൻ സ്റ്റോറി ടെല്ലിങ്ങിനാണ് വുഡി അലൻ ഫാൻ ആയത്. അതിന്റെ പ്രധാനപ്പെട്ട റീസണും ഈ സിനിമ തന്നെ. ലവ്, ആർട്ട്, നൊസ്റ്റാൾജിയ തുടങ്ങിയ ഹ്യൂമൻ മൈൻഡ് ക്രേവ് ചെയ്യുന്നതെല്ലാം മിഡ്നൈറ്റ് ഇൻ പാരീസിൽ കാണാം. സിനിമയുടെ ലോങ് ടേക്കുകൾ, ഈ വാം ലൈറ്റിംഗ്, പാരീസ് തന്നെ ഒരു ക്യാരക്ടർ ആകുന്ന മാജിക്. ഓരോ തവണ 1920 ട്രാൻസ്പോർട്ടിങ് നടക്കുമ്പോഴും ഗില്ലിൽ വരുന്ന പേഴ്സ്പെക്റ്റീവ് ചേഞ്ച്. ഓരോ ജനറേഷനും അവരുടെ മുന്നത്തെ അല്ലെങ്കിൽ അവർ ഭാഗമാകാത്ത കാലഘട്ടത്തെ തലമുറയെ റൊമാൻറ്റിസൈസ് ചെയ്യുമെന്ന റിയാലിറ്റി. ടോട്ടൽ മാജിക്കാണ് സിനിമ. ഒരു ലവ് ലെറ്റർ ടു ബോത്ത് പാരീസ്, ലിറ്ററേച്ചർ ആൻഡ് നൊസ്റ്റാൾജിയ. നെവർ മിസ് ദിസ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്.